സമയം 8 മണിയായിരിക്കുന്നു. രാജ്യത്തിൻ്റെ ജനവിധി അറിയാനായി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ കൈരളി ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 8 മണിക്ക് ഞാനുണ്ട്, മനു ഉണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും, ഓരോ മിനിറ്റല്ല, ഓരോ നിമിഷവും അതേ വേഗതയിൽ, അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി കൈരളി ന്യൂസ് സജ്ജമാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം, അത് നമ്മുടെ സംവിധാനത്തിൻ്റെ രീതി അത് തന്നെയാണ്. 8 മണി എന്നടിച്ചാൽ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന് നമ്മൾക്ക് കൃത്യമായി പറയാനാകുന്ന സാഹചര്യമാണ്. ഇന്ന് അതിരാവിലെ തന്നെ സ്ട്രോങ് റൂമൊക്കെ തുറന്നിരുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ, പഴയ സങ്കല്പത്തിൽ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയും, പുതിയ കാലത്ത് അത് വന്ധ്യവയോധികരായ ആളുകൾക്ക് വീടുകളിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ, എല്ലാ മാധ്യമപ്രവർത്തകരൊന്നും പറയുന്ന വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാധ്യമപ്രവർത്തകരൊക്കെ ഇത്തവണ ആദ്യമായി അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാതെ ജോലിയിൽ പെട്ടുപോകുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ഇത്തവണ ഒരു മാറ്റം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകളൊക്കെ ആദ്യത്തെ അരമണിക്കൂറിൽ ഈ വോട്ടുകളാണ് എണ്ണുക. എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന പോസ്റ്റൽ ബാലറ്റുകൾ എന്ന സങ്കല്പം ആ ടീമിൽ തന്നെ പറയാം. അതിന് പുതിയ തരത്തിൽ ഒരുപാട് വിശേഷണങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ അതുതന്നെയാണ് ഏറ്റവും ഉചിതം. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുക. അരമണിക്കൂർ അല്ലേ മനു? 8:30 EVM ആരംഭിക്കുന്നത്, EVM ഇങ്ങനെ പൊട്ടിച്ച് അതിലെ വോട്ടുകൾ എണ്ണുന്ന ഒരു നടപടിക്രമം ആരംഭിക്കുന്നത് കമ്മീഷൻ പറയുന്നതനുസരിച്ച് 8:30 അല്ലേ? അതെ, 8 തൊട്ട് 8:30 വരെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30 പോസ്റ്റൽ ബാലറ്റുകൾ തീർന്നില്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണി തുടങ്ങുമെന്നാണ് ഇന്നലെ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടത് ഈ വോട്ടുകൾ ആകെ എണ്ണി പ്രസിദ്ധപ്പെടുത്തിയ ശേഷം മാത്രമേ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാവൂ എന്നായി. പക്ഷേ അത് കമ്മീഷൻ നിരാകരിച്ചു. അത്തരമൊരു പ്രശ്നമൊക്കെ നിൽക്കുന്നു. അതൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയങ്ങളല്ലാത്തതുകൊണ്ട് തൽക്കാലം ഓർമ്മിച്ചു എന്ന് മാത്രം.